മാത്രങ്ങളും സ്വഹാബത്തും ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അബൂ സുഫിയാൻ എന്ത് ചെയ്തു? ആള് ഭയങ്കര തന്ത്രശാലിയാണ്. അബൂ സുഫിയാൻ എന്ത് ചെയ്ത്? അദ്ദേഹം ലംറത്തിനെ കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ലംറയെ ഷർട്ടും കുപ്പായൊക്കെ കീറി ഒട്ടകത്തിന്റെ മൂക്കൊക്കെ ചെത്തി വികൃതമാക്കി രക്തമൊക്കെ ഒലിപ്പിച്ച് ശരീരത്തിൽ പരിക്കേൽപ്പിച്ചുകൊണ്ട് നേരെ മക്കയിലേക്ക് ഒരു ആംബുലൻസിന്റെ വേഗതയിൽ പറഞ്ഞയച്ചു. പരിക്ക് പറ്റിയിട്ട് ഇങ്ങനെ ചെന്നിട്ട് പറഞ്ഞത്, മുഹമ്മദ് കൂട്ടർ ഞങ്ങളെ വഴിയിൽ വെച്ച് ആക്രമിച്ചിട്ടുണ്ട്, നമ്മുടെ സംഘത്തെ നമ്മുടെ കയ്യിലുള്ള പോലെ പിടിച്ചു വലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പരിക്ക് പറ്റിയിട്ടാണ് ഞാൻ വരുന്നത്. അബൂജഹലിനോട് പറയേണ്ട താമസം. അബൂജഹൽ എന്ത് ചെയ്ത്? ഈ രംഗം കണ്ടപ്പോ ആളുകളെയൊക്കെ തട്ടിക്കൂട്ടി 1000-ഓളം പടയാളികളുമായി ബദറിലേക്ക് പുറപ്പെട്ടു. സ്വഹാബത്തും കാത്തിക്കുന്നത് വെറും 40 ആളെ. അപ്പോഴാണ് ആര് വരുന്നത്? 1000 ചില്ലാനം ആളുകൾ. പടയങ്കിയും പടക്കോപ്പുകളും കുതിരകളും ഒട്ടകങ്ങളും വാളുകളും കുന്തങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അവര് വന്ന് തമ്പടിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ വരുന്ന സംഘത്തെ കുറിച്ച് വിവരം കിട്ടിയപ്പോൾ അവരെത്രത്തോളം ഉണ്ട് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആളെ വിട്ടപ്പോഴാണ് ഇങ്ങനെ പോയത്. വിവരം അറിഞ്ഞത് ഒരു സംഘം ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്, മദീനത്തിന്റെ അവരിങ്ങനെ താമസിക്കുന്നുണ്ട്. അവര് ഒരു ദിവസം 8-9 ഒട്ടകങ്ങൾ അറക്കാറുണ്ട്. 8-9 ഒട്ടകങ്ങൾ അറക്കാറുണ്ട്. നമുക്ക് മനസ്സിലായി ഏകദേശം 1000-ഓളം ആളുകൾ ഉണ്ട്. ഓരോ ഒട്ടകത്തിന്റെ കണക്ക് 100 ആൾക്കാണ്. അപ്പൊ ഏകദേശം 9 ഒട്ടകത്തെ ഇറക്കണമെങ്കിൽ അവർ ഏകദേശം 1000-ഓളം ആളുകളുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, നമ്മൾ യുദ്ധത്തിന് വന്നതല്ലല്ലോ, നമ്മൾ യുദ്ധത്തിന് സെറ്റപ്പായി വന്നതല്ല, പക്ഷെ ഇന്ന് നമ്മൾ യുദ്ധത്തിന്റെ വക്കീലാണുള്ളത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞാൽ, നിർബന്ധിതരായാൽ നിങ്ങൾ അതിന് തയ്യാറാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറയാണ്, നബിയെ, ഞങ്ങൾ തയ്യാറല്ലേ. നിങ്ങൾ ഞങ്ങളോട് വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ എടുത്തു ചാടും, തീയിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ തീയിലേക്ക് എടുത്തു ചാടും. നിങ്ങൾ എന്താണോ പറയുന്നത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് അപ്പുറം വേറൊന്നുമില്ല. മരണം ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം മരണപ്പെട്ടാൽ അപ്പുറത്ത് സുഖലോക സ്വർഗമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് പിന്നെ എന്താ പോ? മരിക്കാൻ പേടില്ലാത്ത മനുഷ്യന്മാരാരും പേടില്ല, മരിക്കാൻ അവർക്ക് പേടില്ല. അപ്പോ ഈ സ്വഹാബത്തുൽ റസൂലുള്ളാഹി വീണ്ടും ചോദിക്കുകയാണ്,